കഴുകാൻ പോവാ. ഏത് വണ്ടി? കാരവണ്ടി. നമ്മുടെ കാരവൻ ഒന്ന് കഴുകാം നമുക്ക്. അതെ, ചെറിയൊരു ട്രിപ്പ് ഞങ്ങൾ പോവാം ദൂരെ അല്ലേ. ദൂരെ ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോവാ. അപ്പൊ ഞങ്ങൾ കാരവണ്ടി നല്ലപോലെ ഒന്നും കഴുകുന്നില്ല, ചെറുതായിട്ടൊന്ന് കഴുകുന്നേ ഉള്ളൂ അല്ലേ. ആരൊക്കെയാ ദാമിക്കുട്ടി ട്രിപ്പ് പോന്നേ? അമ്മയും അച്ഛൻ ഞാനും ഇവിടെ ഇരുത്തിട്ട് പോവാ. അയ്യോ, എന്നെ കൊണ്ടുപോകുന്നില്ലേ? അപ്പം ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചെറിയൊരു ട്രിപ്പ് പോവുക. നമ്മുടെ മഞ്ഞും മഴയും തണുപ്പും ഒക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ട് നമ്മുടെ കൊച്ചു കേരളത്തിലൂടെ. അതല്ല, ചേച്ചോട്ടെ സ്കൂളൊക്കെ വിട്ടിട്ട് വരുന്നുണ്ട്. ചേട്ടാച്ചൻ വന്നിട്ടില്ല. ചേട്ടാച്ചൻ എക്സ്ട്രാ ക്ലാസ് ഉണ്ടല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. നല്ലതായിരുന്നു. ചേച്ചോട്ടിയെ 6ാം ക്ലാസ്സിലായി. തനിക്ക് സ്കൂളിൽ പോകണ്ടേ? 6ാം ക്ലാസ്സിൽ. ദാമിക്കുട്ടിക്ക് അടുത്ത ഒരു 3-4 ദിവസം അവിടെ കഴിഞ്ഞ ക്ലാസ് തുടങ്ങുള്ളൂ. അപ്പം അതിന് മുമ്പ് ചെറിയൊരു യാത്ര അല്ലേ? നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഇവര് ഇടുക്കിക്കാണ് പോകുന്നത്. മലയോര പ്രദേശങ്ങളിലേക്കാണ് പോകുന്നത്. അതെ, സ്കൂള് തുറന്നു അല്ലേ? സ്കൂളിൽ പോകണ്ടേ അല്ലേ? ഞാനുണ്ട് കൂട്ടിന് ഇവിടെ. ഞാൻ പോകുന്നില്ല. നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കാം. വണ്ടിയല്ല അടിച്ചു പൊളിക്കുന്ന, ഞങ്ങൾ ഇവിടെ വീട്ടിലിരുന്ന് അടിച്ചു പൊളിക്കും. ഞങ്ങളൊന്നും ഇടിച്ചൊന്നും പൊട്ടിക്കുന്നില്ല, അടിച്ചു പൊളിക്കുന്നൊന്നുമില്ല കേട്ടോ. ഞാനും കുഞ്ഞിക്കിളി ചേട്ടാച്ചനും വേണേ അച്ഛമ്മയെ കൂടെ നമുക്ക് ഇവിടെ ഇരുത്താം അല്ലേ? നമുക്ക് അടിച്ചു പൊളിക്കാം. നിങ്ങൾ പോയിട്ടോ? ഞങ്ങളെല്ലാരും പോവാ. എന്നെ അടിച്ചു പൊളിക്കുന്നതെന്ന് ദാമിക്കുട്ടി ചോദിച്ചു. നിങ്ങൾ എന്നാ ഇവിടെ അടിച്ചു പൊളിക്കുന്നതെന്ന്. വണ്ടി ആകാശങ്ങളെ എത്തിയിട്ടുണ്ട്. ആകാശൻ അങ്കിൾ എത്തിയിട്ടുണ്ട്. ആകാശല്ല, ആകാശൻ അങ്കിളാ. അന്നേ ആകാശം ചേർന്നല്ലേ ആകാശൻ അങ്കിള്. അല്ല, വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അവൻ തൂത്തിട്ടുള്ളൂ. അത് കൊച്ചതേ സോപ്പിട്ട് കഴിയാൻ റെഡി ആയിട്ട് നിൽക്കുക. ഈ മോള് വശം ഒന്നും കഴിയണ്ടല്ലോ, ഇവിടെ മാത്രമേ ഉള്ളൂ കുറച്ച് ചെളിയെ. ഈയിടെ കഴിയതാ. അത് കഴിഞ്ഞ് വെച്ച് ഇപ്പൊ ചെറുതായിട്ട് മഴയായിരുന്നോണ്ടേ. പൈപ്പോ ഇപ്പൊ തരും. പുതിയ ആയുധം ഞാൻ ആദ്യമായിട്ടോ പണി പഠിക്കുന്നുണ്ടോ? ഇത് ആള് മാറിയോ? അതെ അതെ അതെ. ആ പിടിയെ പിടിക്കേ ചരിച്ചു പിടിച്ചാ മതി അങ്ങോട്ട്. മേത്തല്ല വെള്ളം ഒഴിക്കരുത്, ജലദോഷാ. മുമ്പേ എന്നോട് പറയണേ നാളെ പോകുമ്പോഴേ അവിടെ പിന്നെ വെള്ളത്തിൽ കുളിക്കണമെന്ന്. ഞാൻ പറഞ്ഞു ഭയങ്കര തണുപ്പാ, മഴയാ, ജലദോഷമൊക്കെ അല്ലേന്ന് പറഞ്ഞു. അതൊന്നും പറ്റത്തില്ല, ഞാൻ കുളിക്കുമെന്ന് പറഞ്ഞോ. അത് വെള്ളമുള്ള ഏരിയയിൽ കൂടെ നിങ്ങൾ പോയേക്കില്ല കേട്ടോ. വെള്ളത്തോടൊക്കെ ആയിരിക്കും പോന്നെ. ഓ, ഞാൻ ലോറി ഒന്ന് കഴിയിട്ട് വരട്ടെന്ന്. മഴയല്ല, നല്ല. ഇപ്പൊ എല്ലാരും വണ്ടി കഴുകും. നനയല്ലേ, മേത്തെല്ലാം വെള്ളം വീഴും. കുഴപ്പമില്ലേ? മതി മതി. അതിനകത്ത് ഒഴിക്കണ്ട. അതിനകത്ത് സോപ്പ. തുണി എവിടെ കൊണ്ടോ? ചാണ്ടേ ആണ്ടേ. ഡ്രൈവർ ഞാനാന്ന്. ഡ്രൈവറല്ല, കിളിയാ വണ്ടി കഴുകുന്നേ. അതെ അതെ. അപ്പൊ കിളിയാ. എന്നാ ഞാൻ കിളിയാന്ന്. മതി മതി. ഇങ്ങോട്ടുണ്ടോ? ഇവിടെ സോപ്പ് ഇവിടെ അടിക്കും. ഇങ്ങോട്ടോ? എന്നാ ഈ വാ, ഞാൻ പറഞ്ഞുതരാം. അതെ, ഇങ്ങനെ കഴുകാൻ പറ്റുള്ളോ? ഇങ്ങനല്ല, ഞാൻ കാണിക്കാം. വിട്ടേ, മുകളിലോട്ട് ഒഴിക്കട്ടെ. ഓഫീസിൽ കൊണ്ടേ കഴിയാൻ മതിയായിരുന്നു. വർക്ക്ഷോപ്പിൽ കൊണ്ടേ. അപ്പം ഞങ്ങൾക്ക് കഴുകാൻ പറ്റുമോ അല്ലേ ദാമി? ഇവിടെ ഈ സൈഡ് മാത്രം കഴുകി വിട്ടാൽ മതിയല്ലെന്ന് ഓർത്താണ് ഇവിടെ ഇട്ട് കഴിയേക്കാന്ന് വെച്ചേ. ഈ വണ്ടി എടുത്തോണ്ട് പോകണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ആ ടയറൊന്നും കഴിയണ്ട. ഞാൻ തരാം. ഇപ്പം തരാം. ഇവിടെ ഒന്ന് വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇപ്പം തരാം. വന്നല്ലോ മനമാല. അതെ, ഞങ്ങൾ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുവാ. ഇതെന്നാടാ 25 കിലോ ഉണ്ടല്ലോ ഇത് ബാഗ്. ടൈം ടേബിൾ നോക്കിയില്ലേ? മൊത്തം കൊണ്ടുപോയോ? ടൈം ടേബിൾ ഒന്നും നോക്കിയില്ല, മൊത്തം കൊണ്ടുപോയത്.
അതാകുമ്പോ കുഴപ്പമില്ലോ, ഏത് പുസ്തകം ടീച്ചർ ചോദിച്ചാലും എടുത്ത് കൊടുക്കാലോ. അല്ല ഞാൻ പറഞ്ഞു എന്താ വണ്ടി കഴുകാണ്ടെന്ന്, ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആണോ? പഠിത്തം അല്ലേ? പഠിത്തം കഴിഞ്ഞിട്ടുള്ള പണിയേ ഉള്ളൂ ഇനിയിപ്പം 10ാം ക്ലാസ്സിലായതുകൊണ്ട്. 10ാം ക്ലാസ്സിലാണ് എപ്പോഴും അവനെ ഓർമ്മിപ്പിക്കണ്ട, അവനറിയാം. അറിയാം, ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ അല്ലേ? ഒന്നും കുഴപ്പമില്ല. എങ്ങനെയുണ്ട് പഠിത്തം? കുഴപ്പമില്ലേ? തുടങ്ങിയതല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് എല്ലാ ക്ലാസ്സും പോലെ ഉള്ളൂ 10ാം ക്ലാസ്സും. പോയി എല്ലാം കഴിക്കേ. ഇവർ ഇന്ന് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ നടന്നില്ല. അപ്പം നാളെ രാവിലെ പോകാൻ തീരുമാനിച്ചു. വണ്ടിയുടെ കുറച്ച് ചില്ലറ പരിപാടികളൊക്കെ രാവിലെ പറഞ്ഞ ഉച്ചയാകുമ്പത്തേക്ക് റെഡിയായി നിന്നോ പോയേക്കും, വൈകുന്നേരം നമ്മൾ അങ്ങ് മല കയറും തണുപ്പൊക്കെയെന്ന് പറഞ്ഞ, എന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ആളെ കണ്ടില്ല. അല്ല, ഞാൻ ഇതിന്റെ കുറച്ച് ഇലക്ട്രിക്കൽ വർക്കൊക്കെ ഉണ്ടായിരുന്നു, ആകെ ചെയ്തിട്ട് വന്നപ്പോഴത്തേക്കും താമസിച്ചു പോയി. അതുകൊണ്ടെന്നാ പിന്നെ രാവിലെ പോകാന്ന് വെച്ചു. വെളുപ്പിനെ പോയാൽ മതി, നാളെ ഇച്ചിരി നേരത്തെ അങ്ങ് നോക്കുക. അപ്പം ഇന്ന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ട് വണ്ടിക്കകത്ത് തന്നെ കിടന്നുറങ്ങിക്കും. എവിടെ കിടന്നുറങ്ങിയാലും രാവിലെ ഏക്കണം. വണ്ടിക്കകത്ത് കിടന്നുറങ്ങിയാലും കുഴപ്പമില്ല, വീട്ടിൽ കിടന്നാലും കുഴപ്പമില്ല. എന്നാലേ രാവിലെ പോക്ക് നടക്കുള്ളൂ. അതെ, രാവിലെ എണീക്കണം. അപ്പോൾ നമ്മുടെ ട്രെയിലർ കച്ചവടമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ കൊണ്ടിട്ടതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ NOC എടുത്ത്, NOC വരാൻ 10-15 ദിവസം 20 ദിവസം ഒക്കെ എടുക്കും. അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടിട്ടതാണ്. കുറച്ച് ദിവസം നമ്മുടെ വീട്ടിൽ കിടക്കട്ടെ. അതെ, ഇവിടെ കുറേ ദിവസം കിടന്നു വന്നു നേരത്തെ കുറേ ദിവസം ഉണ്ടായിരുന്നു. കുറേ യാത്രയില്ലായിരുന്നോ? അതെ. ഞാൻ ഇച്ചിരി മാറി നിന്നേ, വെള്ളം ഒഴിക്കട്ടെ. ഓ, ലോല കഴുകാണ്, ഇച്ചിരി കഴിഞ്ഞ് മാറാം. ഇങ്ങനെ മാറി നിന്നേ. ഓ, ആഹാ, എൻ്റെ മേത്ത് ഒഴിച്ചാലേ ഞാൻ ഇന്നോച്ചയുടെ മേത്ത് ഒഴിക്കാം. കൊല്ലമൊന്നുമല്ല, ഞാൻ തല തോർത്തുമല്ലേ, ജലദോഷം കൂടുവല്ലേ. ഞാനിപ്പൊ കുളിപ്പിച്ചേ ഉടുപ്പൊക്കെ ഇടിയിച്ചല്ലേ. ആ, ഇവിടെ വന്ന് തൂക്കണം. ഇവിടെ മതി മതി മതി, അവിടെ കഴിയും. പുറകെ ബാക്കി കഴിയോടാ, അത്രേ ഉള്ളൂ. ഈ സൈഡ്, ഇതിന്റെ അടിവശം ഇങ്ങനെ തൂത്തു വിട്ടോ ഇവിടെ. രണ്ടുപേരും ഇവിടെ പോയി കുളിച്ചോ. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി. ഇനി നമുക്ക് കുറച്ച് കുടിവെള്ളം നിറയ്ക്കാം. पीने का पानी नहीं, गाड़ी में पीने का पानी भरने के लिए है ना. ഓ, കഴിഞ്ഞ ദിവസം ഹിന്ദിയൊക്കെ നന്നായിട്ട് പറയുന്നുണ്ടായിരുന്നു ലോറി ഇരുന്നിട്ട്. ഇവിടെ ഇപ്പൊ ഹിന്ദി പറയണ്ടല്ലോ, മലയാളം പറഞ്ഞാൽ പോരെ. നാട്ടിൽ വന്നു കഴിയുമ്പോൾ നാട്ടിൽ വന്ന് നാണക്കേട് ഹിന്ദി പറയുന്നുണ്ട്. നാണക്കേടൊന്നും അല്ല, നാട്ടിലെല്ലാവർക്കും മലയാളം അല്ലേ അറിയാം. അവന് മലയാളം പോലും അറിയത്തില്ല, അതുകൊണ്ട് നമുക്ക് എല്ലാ ഭാഷയും അറിയാം. ആ, അത് ശരിയാ, ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു ഇന്നാള്. എനിക്ക് വേണ്ടി ഗോതയിൽ രമണനെ ഇറക്കേണ്ടത്, കുഞ്ഞ് ദാമിക്കുട്ടി ഭാഷയൊക്കെ തീർച്ചയായും ഇറക്കിയില്ല. അപ്പോൾ കാസർഗോഡ് നമ്മളെ കാണാൻ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കാണാൻ മാത്രമല്ല, ഇവിടെ ഒരു അടക്ക് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൂടെ വന്നാൽ നാളെ അല്ലേ അടക്ക്? കാസർഗോഡ് എവിടെ? വെള്ളരിക്കുണ്ട്. പണ്ട് ഇവർ ഇവിടുന്നൊക്കെ പോയ ആൾക്കാരാണ്. അവിടെ ഒത്തിരി പേരുണ്ടല്ലോ, ഇവിടുന്ന് പോയ ഒരുപാട് കോട്ടയം പാലാ സൈഡിൽ നിന്ന് പോയ പോയവരാ. ഞങ്ങളുടെ തായ്വേരൊക്കെ ഇവിടെയുള്ളവരുടെ ഇവരുടെയൊക്കെ തായ്വേര് ഇവിടെ തന്നെയാണ്. അവിടെ ചെന്നിട്ടുള്ളതാണ്. നിങ്ങളുടെ വീഡിയോ ഒക്കെ ഞങ്ങൾ ശരിക്കും ഇങ്ങനെ കാണുന്നുണ്ട്, ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. നല്ല ഗംഭീര പരിപാടി കേട്ടോ. അപ്പൊ അതാ വീഡിയോ അച്ഛൻ പറഞ്ഞു ഞങ്ങളൊക്കെ കാസർഗോഡ് പ്രൊഡക്റ്റാന്ന് പറഞ്ഞു. ഫാദർ 12 വയസ്സുള്ളപ്പം. അത് ശരി. ഞങ്ങൾക്ക് ഈ സ്ഥലത്തുനിന്ന് പോകാൻ പറ്റിയിട്ടില്ല. ഈ വീഡിയോ കാണുമ്പോൾ ആ സ്ഥലത്തൂടെ ഞങ്ങൾ ഇങ്ങനെ പോകാം. ഇവൻ ഇവിടെ ഉള്ളതാണ്, ചെറുവാണ്ടൂര് പുത്തിലേടത്ത് ഫാമിലിയടുത്ത് അല്ലേ? പുത്തിലേടത്തല്ലേ? പുത്തേട്ട് വീടാണ്. ഞാൻ അന്നേരം ചാടി ഇറക്കാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഭക്ഷണ രീതികളൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഇരിക്കുമായിരിക്കും, അന്നേരമായിരിക്കും നിങ്ങൾ നല്ല ഇവിടുത്തെ കാസർഗോഡൊക്കെ ഫുഡ് വ്യത്യാസമല്ലേ, ഉണ്ടാക്കുന്ന രീതിയൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ കുറെ സ്ഥലങ്ങൾ കാണിച്ചു തരുന്നുണ്ട് പോകുമ്പോ. നമ്മൾ യാത്ര ചെയ്യുന്ന പോലെ, നമ്മൾ സ്വന്തം യാത്ര ചെയ്യുന്ന പോലെയാ. നമ്മൾക്ക് കാണാൻ പറ്റാത്തതിനെക്കാളും കൂടുതൽ നിങ്ങളുടെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ വലിയ ഇത് തന്നെയാ. നാളെ തിരിച്ചു നേപ്പാള്, കാശ്മീർ, കാഠ്മണ്ഡു. നല്ല വിവരണം. 2 സ്റ്റേറ്റ് കൂടെ ഉണ്ട്. പിന്നെ മിസോറാമും മണിപ്പൂരും, പിന്നെ നാഗാലാൻഡ്, കുറച്ച് ഒത്തിരി സ്ഥലങ്ങൾ പോകാം. അവിടുത്തെ ഭാഷയൊക്കെ അറിയാമോ? അവിടുത്തെ ഭാഷ എനിക്ക് അത്യാവശ്യം ഹിന്ദിയൊക്കെ പറഞ്ഞ പോലെ. പിന്നെ അവിടെ ചേട്ടായി കൂടെ ഉണ്ടോ? ചേട്ടായി കൂടെ ഉണ്ട്. പിന്നെ വണ്ടികളെല്ലാം ഒരുമിച്ച് വന്നിട്ട് ഒരുമിച്ചല്ല, അങ്ങനെയല്ല, അത് ചില സമയത്ത് എല്ലാരും കൂടി വന്നിരുന്നിട്ടല്ലേ. ഒരുമിച്ച് വണ്ടി പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മിക്കവാറും ഞങ്ങൾ തന്നെ ആയിരിക്കും. പൂർണ്ണമായ പിന്തുണയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റുന്നത്. അതെ, വണ്ടിയൊക്കെ പോകുമ്പോഴേ സേഫ് ആയിട്ട് പോകാൻ
ഓക്കെ, അപ്പൊ കണ്ടതിൽ ഒത്തിരി സന്തോഷം. ആ ചായ കുടിച്ചിട്ട് വയക്കൽ ഇവിടെ ഒരു അത് സാരമില്ല, ഒരു ചായ കൂടെ കുടിച്ചോളൂ. ഇപ്പോൾ വണ്ടിക്കകത്ത് വെള്ളമൊക്കെ നിറച്ചു, അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടേക്കോ. ഇനി കുറച്ച് എല്ലാ സാധനവും എന്ന് പറഞ്ഞാൽ ഏകദേശം വെച്ചു. നിങ്ങളുടെ ഡ്രസ്സും കുറച്ച് സാധനങ്ങളൂടെ വെക്കാനുള്ളൂ അല്ലേ ചേട്ടാ? അതെ, ടെസ്റ്റ് വർക്ക് എന്നാ കേട്ടുന്നേ? ടെസ്റ്റ് അല്ല, അല്ലാതെ സർവീസ്. സർവീസാണ്. അത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് അല്ലല്ല, സർവീസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഡേറ്റ് കിട്ടിയിട്ടില്ല. ഞാൻ ഓർത്ത് ഇനി അടുത്ത ട്രിപ്പ് നമ്മൾ എവിടെയെങ്കിലും വേറെ പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് പോകാതിരിക്കുന്നതാണോ? അല്ലല്ല, ഞാൻ ഇനി ലോങ് ട്രിപ്പ് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. രണ്ടും കൽപ്പിച്ച. പിന്നെ ഉണ്ടല്ലോ, ഒരാള് മുടിയൊക്കെ വെട്ടി. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നരച്ച മുടി കാണാതിരിക്കാനാണ് മുടി വെട്ടിയത്. പക്ഷെ ഇപ്പൊ പ്രശ്നം വെച്ചാൽ കിളിക്കുന്ന എല്ലാം നരച്ച മുടിയാണ്. ചക്കിന് വെച്ച് കൊക്കിന് കൊണ്ടുവന്ന പോലെ ആയിപ്പോയി. പ്രായം മുന്നോട്ടല്ലേ, അതുകൊണ്ട് സാരമില്ല. പുറകോട്ടാ. ശരിയാ. കഴിഞ്ഞ അടുത്ത ചിങ്ങം വരുമ്പോ 16 തേകത്തുള്ളൂ. ഞങ്ങൾ ഓർത്ത് 17 ആയിരിക്കും. കൊണ്ടോ കുറച്ച് സാധനമേ ഉള്ളൂ വെക്കാൻ, ഇച്ചിരി ഉള്ളിയും വെളുത്തുള്ളിയും. അതെ, അതൊക്കെ ഇങ്ങനെ ഇപ്രാവശ്യം കുക്കിംഗ് സൂര്യയുടെ ഐഡിയക്കുള്ള സാധനങ്ങൾ എടുത്തോണം. അതെ, അതെ ശരിയാ, അത് ഞാൻ പറഞ്ഞു. ഞാൻ കുറച്ച് തേങ്ങയൊക്കെ എടുക്കും ചിലപ്പോൾ. അതെ, സൂര്യക്കാണ തേങ്ങ വേണ്ട, ഞാൻ 4 എണ്ണം വെച്ചിട്ടുണ്ട്. കുറഞ്ഞു പോകണമെന്ന് ഓർത്തോണ്ടാ. സൗണ്ടില്ല, അമ്മച്ചിയാണല്ലോ. അതെ, ഈ പ്രാവശ്യം പിന്നെ അധികം സാധനമൊന്നും വേണ്ട, 2 ദിവസത്തെ തന്നെ പോകുന്നു. അതെ, ചെറിയ പ്രോഗ്രാം അല്ലേ? ദാമിക്ക് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് വീണ്ടും ടൂർ പോകണമെന്ന് പറഞ്ഞു അല്ലേ? സ്കൂൾ തുറന്നാൽ പിന്നെ നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. ഇല്ലില്ല, പിന്നെ ശനി ഞായർ മാത്രം. സൂര്യ ഈ പ്രാവശ്യം കാര്യമായിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്നാ പറയത്തില്ല. അതെ, വീട്ടിലുണ്ടാക്കുന്നൊരു വണ്ടിയിലുണ്ടാകാത്തത്. അതൊക്കെ ആയിക്കോട്ടെ. ഇഡ്ഡലി പാത്രത്തിലാണോ? അതെ, ക്ലൂ തരത്തില്ലല്ലേ? ആ, ഈ പ്രാവശ്യം മേഘാലയിൽ നിന്ന് സൂര്യ പകുതിക്കിങ്ങ് പോകുന്നില്ലേ? അതെ. അപ്പൊ ഇന്ന് ഞാൻ വീട്ടിലിരിക്കാം, നിങ്ങൾ പോയി കറങ്ങിയിട്ടു. എല്ലാരെയൊക്കെ ഞാൻ സ്കൂളിൽ വിട്ടോളാം. ഞങ്ങൾ രാവിലെ പോകുന്നുള്ളൂ, വൈകിട്ട് പോകുന്നില്ല. അതെ, നാളെ പോയാൽ മതി. അല്ല, രാത്രി പോവാണെങ്കിൽ നല്ല, വൈകുന്നേരം വേണേലും പോയേക്കാം, നോക്കാം. വൈകുന്നേരം എവിടെയെങ്കിലും പോയി കിടക്കണ, രാവിലെ നല്ല രസമായിരിക്കും. അതെ, നല്ല മഞ്ഞൊക്കെ ആയിരിക്കും. 2 ദിവസമുള്ള സാധനം എടുത്താൽ മതി. ഉള്ളോ? ഞങ്ങൾ എങ്ങനെയാ ഇച്ചിരി കൂടുതൽ എടുക്കും, തികയാതെ വരില്ല ആർക്കും. അതെ, ഈ മഴയൊന്നും മേടിച്ചില്ലേലും പോയിട്ട് ഇവിടെ വന്നാലും മെച്ചം കാണും. അതെ, തിരിച്ചു കൊണ്ടുവന്നാലും എടുക്കാലോ. അതെ, നമ്മൾ യാത്ര പോകുമ്പോഴേ മിക്കവാറും നമ്മളോട് എല്ലാവരും ചോദിക്കാറുണ്ട് ഡ്രസ്സൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കഴുകിയിടുന്നതെന്നൊക്കെ. ഇതിനകത്ത് കഴുകിയിടാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പം ഞങ്ങൾ കൂടുതൽ ഡ്രസ്സ് കൊണ്ടുപോകും. പിന്നെ ഈ സാധാരണ നമ്മൾ ഈ കബോർഡിനകത്ത് ഡ്രസ്സൊക്കെ മടക്കി വെച്ചോണ്ടാണ് പോകുന്നത്. പിന്നെ 1-2 ബാഗൊക്കെ ലോങ് ആണെങ്കിൽ 1-2 ബാഗിനകത്തൂടെ തുണി കൊണ്ടുപോകും. പിന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലും സൗകര്യം കിട്ടിയാൽ കഴുകിയിടും. 2-3 പ്രാവശ്യം കഴുകി, മേഘാലയ ചെന്ന 1 പ്രാവശ്യം കഴുകി, അങ്ങനെ ഡ്രസ്സ് കഴുകിയിട്ടുള്ളൂ. കൂടുതൽ കൊണ്ടുപോകും. അതെ, ചെറിയ ട്രിപ്പൊക്കെ കഴുകില്ല. അതെ, വീട്ടിൽ വന്നിട്ട് കഴുകും. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ബെഡ്ഷീറ്റെല്ലാം മൊത്തം വിരിച്ചിട്ടായിരുന്നു. പിന്നെ നമ്മൾ കമ്പിളിയൊക്കെ എടുത്തിട്ടുണ്ട്, അത് നിലത്ത് വിരിച്ച് കിടക്കാനാണ്. ആർക്കെങ്കിലും നിലത്ത് കിടക്കണമെന്ന് തോന്നിയെങ്കിൽ. എനിക്ക് നിലത്ത് കിടക്കുന്ന ഇഷ്ടം. എങ്ങനെയുണ്ട്? തൊണ്ടയ്ക്ക് പിടിച്ചേക്കാം, ജലദോഷമാണ്. സൗണ്ട് സ്ട്രെയിൻ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ കാറ്റ് മാത്രമാണ്. ഇപ്പം നാളെ എന്ത് ചെയ്യും? അതെ, ഈ സൗണ്ട് വെച്ച് വേണം 2 ദിവസം സംസാരിക്കാൻ. അതെ, പോയിട്ട് വരുമ്പോഴത്തേനും കുറയായിരിക്കും. അതെ, സൗണ്ട് കുറയുമോ? അതെ, കുറച്ച് ഉപ്പുവെള്ളമൊക്കെ എടുത്ത് തൊണ്ടയിൽ ഒഴിച്ചു. ഇത് നമ്മുടെ മെഡിസിൻ ബോക്സ്, അത്യാവശ്യ മരുന്നുകളൊക്കെ ഇതിനകത്തുണ്ട് എല്ലാവർക്കും ഉള്ളത്. അതെ, ഇതൊരെണ്ണം വേണം വണ്ടിയിൽ എപ്പോഴും അത്യാവശ്യം. ഞാൻ ലോറിയെ പോകുമ്പോഴും ഒരെണ്ണം കൊണ്ടുപോയി. ഫസ്റ്റ് എയ്ഡ് ബോക്സ്. അതെ, ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഇത്ര ഉള്ളത് എൻ്റെ ഡ്രസ്സ്. കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. ഇതെടുത്തോണ്ട് നടന്നപ്പോൾ കുറച്ചാ ചോദിച്ചു, 2 ദിവസത്തേക്കല്ലേ പോകുന്നത്, ഇത്രയും വേണമെന്ന് ചോദിച്ചു. ഇത് തന്നെ കൂടുതലാ 2 ദിവസത്തേന്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. അപ്പം ഞാൻ പിന്നെ കുറച്ചെടുത്ത് മാറ്റി വെച്ചു. ചേച്ചക്കുള്ള എന്ത്? ചേച്ചയുടെ ഞാൻ വെച്ചു. ആണോ? അത് ശരി. അപ്പൊ മൂത്ത മോളുടെ മാത്രം തന്നെ കൊണ്ടുവച്ചു. അതാണ്, മൂത്ത മോളുടെ അമ്മ എടുത്ത് കൊണ്ടുവെക്കും, നമ്മള് തന്നെ എടുത്തോണ്ട് വരണം കഷ്ടപ്പെട്ട. അന്ന് നമുക്കിട്ട് ചീത്ത, വെറുതെ ഞാൻ അവിടെ ഇരുന്നൊന്നും വേണ്ട, എനിക്കിട്ട് ചീത്ത. പൊന്നു പണ്ടേ ഇങ്ങനെ പൊന്നിന്റെ കാര്യങ്ങളെല്ലാം പൊന്നു തന്നെ ചെയ്യും. ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയേ. അങ്ങനെ അതെ, മുത്തിന്റെ ഡ്രസ്സെല്ലാം ഞാൻ രാവിലെ തൊട്ട് പറഞ്ഞ് അവിടെ എടുത്തു വെച്ചു. ഇങ്ങോട്ട് കൊണ്ടുവച്ചില്ല, ഞാൻ പിന്നെ അതെല്ലാം എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു.
അത്രേ ഉള്ളൂ. അതാ ഞാൻ എന്റെ 2 ദിവസമായിട്ട് മടക്കി അവിടെ വെച്ചേക്കുക. അത് എടുത്തോണ്ട് വരാൻ പറ്റിയല്ല. ഞാനത് നോക്കി, അന്നേരം താൻ അതാണ് വെച്ചേക്കുന്നത്. എനിക്കൊരു കൺഫ്യൂഷൻ. ചോദിക്കണം, മൂത്ത മോളോട് ചോദിക്കാലോ, അപ്പൊ ഇളയ മോളോട് എന്താ ചോദിക്കാൻ? ഞാൻ അടുത്ത പ്രാവശ്യം കേട്ടോ ചോദിക്കാട്ടോ. പക്ഷെ എനിക്ക് എന്റെ സാധനങ്ങൾ തന്നെ എടുത്ത് വെക്കുന്ന ഇഷ്ടം. എനിക്കും അങ്ങനെ ആയിരുന്നു നേരത്തെ. അതാ തപ്പി നടക്കണം. അങ്ങനെ ആയിരുന്നു കല്യാണത്തിന് മുമ്പ്. ഈ കല്യാണം കഴിഞ്ഞാ പിന്നെ വലിയ പാടാ. എന്ന് പറഞ്ഞാൽ എവിടെ വെക്കും? എന്നിട്ട് ഇത് ഞാനല്ല നല്ല അടുക്കിയാ വെക്കുന്നത്. എന്ത് ഇത്ര നാളായിട്ട് മരുന്ന് പോലും തന്നെ എടുത്ത് കഴിക്കുന്നത് എല്ലാം ഞാൻ എടുത്തു കൊടുക്കും. അതാണ് ആ കൈ കൊണ്ട് അതങ്ങനെ ശീലിപ്പിച്ചിട്ടാ തന്നെ എടുത്ത് കഴിക്കാൻ പറ്റും. അത് ആ കൈ കൊണ്ട് എടുത്ത് തരുന്നതിന്റെ ഒരു ടേസ്റ്റ്. എന്ന് പറഞ്ഞ പോലെ. അപ്പം വണ്ടിയെ സാധനം എല്ലാം പെറുക്കി വെച്ചു. അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അപ്പം നാളെ പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. ആ പ്ലാനൊക്കെ മാറ്റി ഇന്ന് രാത്രി തന്നെ ഇതേ ഒരു പുറപ്പെടാൻ തുടങ്ങാം. രാവിലെ പോകാനിരുന്നാലേ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരു 10 മണിയാവും. അതെ, അതായത് വഴിയിൽ എവിടെയെങ്കിലും പോയി വണ്ടി നിർത്തിയിട്ടിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ ഏറ്റു പോകും. അതായിരിക്കും നല്ലത്. അത് തന്നെയല്ല, കേരളത്തിലായതുകൊണ്ട് ഇല്ലെങ്കിൽ രാവിലെ ആരെങ്കിലും വന്ന് വിളിച്ചോളൂ. വഴി സൈഡ് നിർത്തിയിട്ട് ഉണന്നില്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് ഏൽപ്പിക്കും. അപ്പൊ നമുക്ക് നേരത്തെ പോകാനും പറ്റും. ഞങ്ങൾക്ക് അടുക്കളയിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാം. ഈ പ്രാവശ്യത്തെ കുക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ട്രിപ്പ് ജലജ വരുന്നില്ല, അമ്മ വരുന്നില്ല, കുഞ്ഞിക്കണ്ണം വരുന്നില്ല, കുഞ്ഞിക്കിളിയും വരുന്നില്ല. ബാക്കി ഞങ്ങളെല്ലാവരും ഉണ്ട്. ബാക്കി എല്ലാവരും ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട് വിഷമിച്ച്. ഞങ്ങൾ വീടിന് കാവല. അതെ. അപ്പം നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഇടുക്കിയിലൂടെ ഒരു സൈഡിൽ കൂടെ കയറി ഇങ്ങനെ പോരാന്ന് ഓർക്കുന്നത്. അധികം കറങ്ങാനൊന്നും അല്ല, നേരെ കുട്ടിക്കാനം, പാഞ്ചാലിമേട്, പിന്നെ നമ്മുടെ വരുന്നുംപാറം പോയേക്കാം സമയമുണ്ടെങ്കിൽ. പിന്നെ തിരിച്ച് വാഗമണ്ണ് വന്നിട്ട് പുള്ളിക്കാനം വഴി ഇങ്ങനെ ഇറങ്ങി വരാം. നല്ല രസമായിരിക്കും. നല്ല രസമാണ്. ഇപ്പം വാഗമണ്ണൊക്കെ അടിപൊളിയായിരിക്കും. അതെ, മഴയും മഞ്ഞും ഒക്കെ ആയിരിക്കും. വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം. അതെ, പാലൊഴുകുംപാറയൊക്കെ വെള്ളച്ചാട്ടങ്ങൾ കാണാനല്ലാതെ ഇറങ്ങാൻ വേണം. അതെ, എന്നോട് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് പറയുമ്പം കുഞ്ഞിക്കിളി വെള്ളച്ചാട്ടത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ ചാടിക്ക് ഇറങ്ങണ്ട. അതെ, വരുന്നുണ്ട്. ക്ലാസ് ഉള്ളതുകൊണ്ട് നിൽക്കട്ടെ. പിന്നെ അതെ, അത് ആദ്യം തന്നെ ദാമിക്കുട്ടി പറഞ്ഞു ചേച്ചയ്ക്ക് സ്കൂളിൽ പോകണതുകൊണ്ട് വരണ്ടെന്ന് പറഞ്ഞു. തുറക്കാറാകുന്ന അതിന് മുമ്പ് ഞങ്ങൾ വരും. ചെറിയ ട്രിപ്പ്, 2 ദിവസത്തെ ട്രിപ്പ്, അതൊന്നും വേണ്ട. നമ്മൾ വലിയ ട്രിപ്പ് പോവാം. വെള്ളച്ചാട്ടമൊക്കെ ഇനിയുണ്ട്, മഴ തീരുന്നില്ലല്ലോ. തിരച്ചു വന്നില്ല. അപ്പം അടുത്ത ട്രിപ്പ് കൊണ്ടുപോവാം. അടുത്തുണ്ട് സ്കൂള് അവധിയുള്ളപ്പം കേട്ടോ. അപ്പം എന്നാ പിന്നെ പോയേക്കാം. അപ്പം എല്ലാം എടുത്തു വെച്ചില്ലേ? യാത്രയില്ല. ഒന്നും മറന്നിട്ടില്ലല്ലോ. അപ്പൊ ഓരോരുത്തരും നാട്ടിലല്ലേ, എവിടുന്ന് വേണേ എന്ത് സാധനം മേടിക്കാൻ, കുഴപ്പമില്ല. ഡാമി ഉറങ്ങിപ്പോയി. ആര് പറഞ്ഞു? ഒന്നുറങ്ങി, ഒരുറക്കം കഴിഞ്ഞ്. ഞങ്ങള് 4 പേരും കൂടെ ഇവിടെ അടിച്ചു പൊളിക്കും. അതാ ദാമിക്കുട്ടി മുമ്പ് ചോദിച്ചാൽ എങ്ങനെ അടിച്ചു പൊളിക്കുന്നത്. ഞങ്ങളതൊക്കെ പ്ലാൻ ചെയ്യുന്നുള്ളൂ. നാളെ ആയിട്ട് ഞങ്ങള് തകർക്കും. അമ്മ വരുന്നോ? അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. ദാമി ഉറങ്ങിയതായിരുന്നല്ലോ. ഞങ്ങള് ടാറ്റ പോകുമ്പോ എഴുന്നേറ്റിരുന്നാലേ കാഴ്ച കാണാൻ പറ്റുള്ളൂ, അല്ലേ ദാമി? കുട്ടിക്കാനത്തിനാണോ? നമ്മളെ കുട്ടിക്കാനത്തിന് പോന്നല്ലേ. അപ്പം കുട്ടിക്കാനത്ത് നല്ല മഞ്ഞ് കാണും, കോടമഞ്ഞ്. ഞാൻ വാരുന്ന്, വാരുന്ന മഞ്ഞല്ല. ചേട്ടാച്ചനും ചേച്ചോട്ടേയും കൊണ്ടുവന്നില്ലല്ലോ. ഓ, പരീക്ഷയല്ലേ? സ്കൂളിൽ പോണ്ടേ അല്ലേ? ആശാൻ എന്നെ ഓടിക്കാൻ കൊടുക്കാത്ത? ആശാനെ അവിടെ പോയി ഉറങ്ങിയാൽ നടുവ് ശരിയായിട്ടില്ല. അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, എങ്ങും പോവല്ലോ. അതല്ല, ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാ പിന്നെ ഇറങ്ങൂല. അവിടെ ഇരിക്കും, അവിടെ കേറ്റി ഇരുത്തി അവിടെ ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല. രാവിലെ എഴുന്നേറ്റ് കഴിച്ചിട്ട് വണ്ടി ഓടിച്ചു.
കൊച്ചി ഉദ്ദേശിച്ചത് കുറച്ച് ഓടിയിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും കിടന്നുറങ്ങും. എന്നിട്ട് രാവിലെ എടുത്ത് പോകുന്നതാണ്. അതിന്റെ ഇടയ്ക്ക് കഴിച്ചിട്ട് കൂടെ കൊച്ചു ചേർത്തു. കഴിക്കണ്ട പിന്നെ കൊച്ചിനത് കാര്യം അറിയാം രാവിലെ കഴിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പം വീണ്ടും കാണാം. വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.